എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദാവീദ് ഇവിടെ പറയുക, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അതെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും. ഇന്ന് പകലിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ നോക്കി ദാവീദ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒന്ന് പറയാമോ? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉരുകി മാറുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാട്ടെ, വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയാട്ടെ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും, എന്റെ ദൈവത്താൽ ഞാൻ മതിലിനെ ചാടിക്കിടക്കും. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തു വിഷയമായിക്കോട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി നിങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവാവോ? വിശ്വാസത്തോടെ എന്ന് പറയാവോ? നിന്നാൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ആ മതിലിനെ ചാടിക്കടക്കുവാൻ പോകുന്നു. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആ പ്രതിസന്ധിയെ നോക്കി ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയാട്ടെ. സ്വർഗം നിങ്ങളെ ശക്തീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ നേരിടുവാനുള്ള ബലത്തെ ഇന്ന് പകലിൽ കൽപ്പിച്ചാക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 27:3 ഇങ്ങനെ വായിക്കുന്നു: ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദ് പറയുക, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ലെന്നാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ നോക്കി നിങ്ങൾ ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി ആ കരച്ചിലോട് ഇരിക്കാതെ, ഭയപ്പെട്ടിരിക്കാതെ, ഒന്ന് സടകുടഞ്ഞ്, ഒന്ന് പൊടിയെ തട്ടിയിട്ട് ഒന്ന് എഴുന്നേൽക്കാമോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു പ്രഭാതമാ ഇന്ന് പകലിൽ. ഈ വചനം ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടോ ആലോചനയെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു.